Anywhere you go, anywhere you go, you belong. ഇന്ന് നമ്മൾ കീറിമുറിക്കാൻ പോകുന്നത് ഇറ്റ് വെൽക്കം ടു ഡെറി സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് 1ഉം 2ഉം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഇത് കാണുക. ഇനി കൂടുതൽ സമയം കളയാതെ നമുക്ക് മൂന്നാമത്തെ എപ്പിസോഡിലേക്ക്. കഴിഞ്ഞ 2 എപ്പിസോഡും തുടങ്ങിയത് 1962 അല്ലേ? എന്നാൽ ഇപ്പോൾ ഒരു 54 വർഷം മുൻപ് നടന്ന ഒരു കാര്യം, 1908 നടന്ന ഒരു കാര്യം കാണാം. ഡെറിയിൽ ഒരു സർക്കസ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഫ്രാൻസിസ് എന്നൊരു പയ്യൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ ടൂറിസ്റ്റായി വന്നിട്ടുണ്ട്. അവിടെയുള്ള സർക്കസ് പ്രോഗ്രാമുകൾ ഒക്കെ കണ്ട് ഫ്രാൻസിസ് അതിശയത്തോടെ നോക്കുകയാണ്. കൗതുകത്തോടെ അവിടെയുള്ള ഓരോ സർക്കസ് കൂടാരവും നോക്കി ശേഷം അവിടെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച, മനുഷ്യൻ മൃഗമായ കൂടാരം എന്ന് എഴുതിയിട്ടുണ്ട്. അതൊരു ഹൊറർ പ്രോഗ്രാം പോലെയാണ്. അതായത് ഭയപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ വെച്ചുള്ള പ്രോഗ്രാം. അതൊക്കെ കണ്ട് മൃഗങ്ങളായ മനുഷ്യരോ, അതെന്താ സംഭവം എന്നൊരു കൗതുകത്തോടെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നേരെ ആ കൂടാരത്തിലേക്ക് പോവുകയാണ്. അവിടെ ഒരുത്തൻ കരടിയുടെ വേഷം കെട്ടി ഭയപ്പെടുത്തുകയാണ്. മറ്റൊരു വശത്ത് നോക്കുമ്പോൾ ഒരുത്തൻ സോംബിയെ പോലെയായി കൂട്ടിൽ നിന്ന് ഭയപ്പെടുത്തുകയാണ്. മറ്റൊരു വശത്ത് 2 പെൺകുട്ടികൾ അവരുടെ വയറ് തമ്മിൽ പരസ്പരം യോജിച്ച പോലെയുണ്ട്. അങ്ങനെ ഓരോരുത്തരും വേഷം കെട്ടി അവിടെ വരുന്ന ആൾക്കാരെ ഭയപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു പരിപാടിയാണിത്. എന്നാൽ ഫ്രാൻസിസിന് ആണെങ്കിൽ അതൊക്കെ കണ്ട് ഭയം തോന്നുന്നതേയില്ല. ഓരോരുത്തരെയായി ക്രോസ് ചെയ്ത് മെല്ലെ അകത്തേക്ക് പോയപ്പോൾ അകത്ത് ഒരു വയസ്സായ ഒരു വ്യക്തി സോംബിയെ പോലെ പെരുമാറി ഫ്രാൻസിസിനോട്, മോനെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്, അകത്തേക്ക് വാ എന്ന് അവനെ വിളിക്കുകയാണ്. ഫ്രാൻസിസ് ആണെങ്കിൽ മെല്ലെ മെല്ലെ ആ വയസ്സായ ആളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അയാൾ ഒരു തീപ്പെട്ടി അന്നേരം അയാളുടെ മുഖം വ്യക്തമാകുന്നത് വളരെ സ്കെൽറ്റായിട്ടുള്ള ഒരു രൂപമാണ്. മെലിഞ്ഞു ഉണങ്ങി സൊമാലിയയിലെ പുലിയെ പോലെ ആയിട്ടുണ്ട്. അത്രയും സ്കെൽറ്റ് ആയ ഒരാളെ അവൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. ആകെ ഭയന്ന് അവിടുന്ന് ഓടുകയാണ്. അങ്ങനെ ഓടി ഓടി പുറത്തെത്തിയപ്പോൾ, എടാ എങ്ങോട്ടൊക്കെടാ ഓടുന്നേ, സമയമായി വാ പോകാം എന്ന് പറഞ്ഞ് ഫ്രാൻസിസിൻ്റെ അച്ഛൻ ഫ്രാൻസിസിനെ അവിടുന്ന് കൂട്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അച്ഛനും മോനും അവർ താമസിക്കുന്ന ഇടത്തേക്ക് പോയിക്കൊണ്ടിരിക്കെ അവരുടെ വാഹനം ബ്രേക്ക് ഡൗൺ ആവുകയാണ്. അവിടെ കുറച്ച് മാറി കുറച്ച് കുട്ടികൾ കുടിവെള്ളം വിൽക്കുന്നുണ്ട്. ഫ്രാൻസിസിൻ്റെ അച്ഛൻ കുറച്ച് പൈസ കൊടുത്തിട്ട് പോയിട്ട് വെള്ളം വാങ്ങിച്ചിട്ട് വാ എന്ന് പറഞ്ഞു വിടുകയാണ്. അവിടെ റോസ് എന്നൊരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് പൈസ കൊടുത്ത് വെള്ളം വാങ്ങിക്കുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ ഒരു കുന്ത്രാണ്ടം കാണുകയാണ്. അവൾക്ക് അതിൽ കൗതുകം തോന്നി. അത് എനിക്ക് തരുകയാണെങ്കിൽ നിനക്ക് ഒരു ബോട്ടിൽ വെള്ളം കൂടി തരാം എന്ന് പറയുകയും അങ്ങനെ അവൻ അത് കൊടുത്ത് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ വാഹനത്തിൽ അവർ വീണ്ടും യാത്ര ആരംഭിച്ചു. അന്നേരം ഫ്രാൻസിസ് പറയുന്നു, അച്ഛാ, എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി, ഞാൻ അവളുടെ അടുത്ത് കളിക്കാൻ പോകട്ടെ എന്ന് പറഞ്ഞ് അതിനുശേഷം അങ്ങനെ റോസ് ഉള്ള സ്ഥലത്തേക്ക് ഫ്രാൻസിസ് കളിക്കാനായി പോവുകയാണ്. അങ്ങനെ അവർ 2 പേരും ഓടിച്ചാടി കളിച്ച് അവിടെയുള്ള കൂട്ടുകാരുടെ കൂടെ ഓടിച്ചാടി കളിച്ച് ആസ്വദിച്ച് അങ്ങനെ ഫ്രാൻസിസ് ആണെങ്കിൽ ഓടി ഓടി നേരെ അവിടെയുള്ള വലിയൊരു വനത്തിലേക്ക് പോവുകയാണ്. അന്നേരം എടാ അങ്ങോട്ടേക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് റോസ് അവനെ തടുത്ത് അവനോട് പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും ഫ്രാൻസിസ് ആണെങ്കിൽ അത് കേൾക്കാതെ ആ കാട്ടിൽ ആ കൊടൂര വനത്തിൻ്റെ അകത്തേക്ക് കയറി ഓടിച്ചാടി ഉല്ലസിച്ചുകൊണ്ട് അങ്ങനെ പോയി പോയി ഒടുവിൽ കാടിൻ്റെ നടുവിൽ എത്തുമ്പോൾ എന്തൊക്കെയോ കൊടൂരമായ വ്യത്യസ്തമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴാണ് ഫ്രാൻസിസ് ഭയക്കാൻ തുടങ്ങുന്നത്. അവിടെ താഴെയുള്ള ഒരു മരക്കഷ്ണം എടുത്ത്, ആരാ അത്, എന്നെ അങ്ങനെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ മുൻപിൽ വാ എന്ന് പറഞ്ഞ് ഭയന്ന് ചുറ്റിലും നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് സർക്കസ് കൂടാരത്തിൽ കണ്ട ആ സ്കെൽറ്റൻ മാൻ വരികയാണ്. അത് കണ്ട് അവൻ ഭയന്ന് ജീവനും കൊണ്ട് അവിടുന്ന് ഓടാൻ തുടങ്ങി. ഓടി ഓടി പോകുന്നുണ്ടെങ്കിലും പുറകിലാണെങ്കിൽ പിടിവിടാതെ ആ സ്കെൽറ്റൻ മാൻ പിന്തുടർന്നു.
രണ്ടു കാലിൽ ഓടിയിട്ട് അവനെ പിടിക്കാൻ പറ്റാത്തതിനാൽ രണ്ട് കൈയും കുത്തി ചിലന്തിയെ പോലെ സ്കെൽട്ടൻ മാൻ അവൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. നോക്കിയാൽ വായ്ക്കകത്ത് ഒരുപാട് പല്ലുകൾ കാണാം. ഒരു മോൺസ്റ്ററിനെ പോലെയായി മാറിയിരിക്കുന്നു. അങ്ങനെ പിന്തുടർന്ന് ഒടുവിൽ ഫ്രാൻസിസിനെ പിടികൂടുകയും ചെയ്തു. എന്നിട്ട് അവൻ്റെ 32x4 = 128 പല്ല് വിടർത്തി കടിച്ച് തിന്നാൻ നോക്കുമ്പോൾ പെട്ടെന്ന് മോൺസ്റ്ററിൻ്റെ കണ്ണിലേക്ക് ആരോ കല്ല് വലിച്ചെറിയുകയാണ്. അതാരാ മോൺസ്റ്ററിൻ്റെ കണ്ണിലേക്ക് കല്ലെറിഞ്ഞത്? മോൺസ്റ്റർ അലറി ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ റോസിനെ കാണാം. അവളാണ് ഫ്രാൻസിസ് നേരത്തെ കൊടുത്ത ഒരു കുന്ത്രാണ്ടം ഇല്ലേ, അതിൽ കല്ല് ഫിറ്റ് ചെയ്ത് വലിച്ചു വിട്ടത്. അങ്ങനെ റോസ് ഫ്രാൻസിസിനെ രക്ഷപ്പെടുത്തി അവിടുന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ മോൺസ്റ്റർ ആണെങ്കിൽ പുറകെ രണ്ടുപേരെയും പിടിവിടാതെ തുരത്താൻ തുടങ്ങി. അങ്ങനെ ഒരു ഘട്ടത്തിൽ മോൺസ്റ്റർ ഓടിച്ച് പുറകിൽ ഉണ്ടായിരുന്ന ഫ്രാൻസിസിനെ കടിക്കുന്ന പോലെ കാണിച്ച് സീൻ അവിടെ കട്ട് ചെയ്ത് അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ലില്ലിയെ അവളുടെ അമ്മ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നില്ലേ? അവിടെ ലില്ലിയെ ചില ചെക്കപ്പ് കാര്യങ്ങൾ ഒക്കെ ചെയ്ത ശേഷം വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ലില്ലി വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ലില്ലിയെ ഒരു ലേഡി മീറ്റ് ചെയ്ത് ആ ലേഡിയുടെ സംസാരം ലില്ലിക്ക് കൂടുതൽ ഇഷ്ടമാവുകയും അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പിലാവുകയും ചെയ്യുന്നു. അതിനാൽ ലില്ലി നടന്ന കാര്യങ്ങളൊക്കെ ആ ലേഡിയോട് പറയുമ്പോൾ ആ ലേഡി അത് അപ്പാടെ വിശ്വസിക്കുന്നു. ഇപ്പോൾ മറ്റൊരിടത്ത് ജയിലിൽ കുട്ടികളെയൊക്കെ കൊല്ലുന്നത് ഹാങ് ആണെന്ന് പറഞ്ഞ് ഹാങ്ങിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിരുന്നില്ലേ? ഹാങ് ഇപ്പോഴും പറയുന്നത് ഞാനല്ല കൊലപാതകങ്ങളൊക്കെ ചെയ്തത്, എന്നെ വെറുതെ വിടണേ എന്നാണ്. എന്നാൽ ഓഫീസർ ആണെങ്കിൽ എടാ നീ തന്നെയാണ് കൊല ചെയ്തത്, അതിനുള്ള തെളിവൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. കൊലപാതകം നടന്ന തിയേറ്ററിൽ നീ ഉപയോഗിച്ച സിഗരറ്റ് പാക്കറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നീ ജീവിതകാലം മൊത്തം ഇനി ജയിലിലാണ് എന്ന് പറഞ്ഞിട്ട് ഓഫീസർ അവിടെ നിന്ന് പോവുകയാണ്. ഹാങ് ആണെങ്കിൽ ഞാനല്ല, എന്നെ വെറുതെ വിടണേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അലറുകയാണ്. ഇപ്പോൾ റോണി ആണെങ്കിൽ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനാൽ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ അവളുടെ അച്ഛൻ ഒരു കൊലകാരനാണ്, ഹാങ് ഒരു കൊലകാരനാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ റോണിക്ക് ഒരുപാട് വിഷമമാകുന്നുണ്ട്. എല്ലാവരും അവളെ മാറ്റി നിർത്തി നോക്കുമ്പോൾ ആകെ വിഷമിച്ച് റോണിയാണെങ്കിൽ ആ എഴുതിയതൊക്കെ മായ്ച്ചു കളയുകയാണ്. വില്ലിനാണെങ്കിൽ റോണിയുടെ മേൽ ഒരു ക്രഷുണ്ട്. അവൻ്റെ കൂടെ പുതിയ കൂട്ടുകാരൻ റിച്ചാർഡും ഉണ്ട്. അല്പം കഴിഞ്ഞ് അവിടേക്ക് ലില്ലി വന്ന് റോണിയോട് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ റോണിയാണെങ്കിൽ കലിപ്പിലാണ്. എന്നോട് നീ സംസാരിക്കാൻ വരരുത് പ്ലീസ്, എൻ്റെ അച്ഛൻ ജയിലിൽ പോകാൻ തന്നെ കാരണം നീയാണ്. എടി ഞാൻ വേണമെന്ന് പറഞ്ഞ് ചെയ്തതല്ല, ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വന്നതാ. ഞാൻ സത്യം പറഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. നിന്റെ അച്ഛനെ പുറത്തിറക്കാൻ ഞാനും ഹെൽപ്പ് ചെയ്യാം. നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കില്ല. എല്ലാറ്റിനും ഒരു തെളിവ് വേണം എന്ന് പറഞ്ഞ് ഒരു ക്യാമറ എടുത്തിട്ട് നിന്റെ അച്ഛനെ നമ്മൾ രണ്ടുപേരും ചേർന്ന് രക്ഷിക്കാം എന്ന് പറയുകയാണ്. അത് കാണുമ്പോൾ മോൺസ്റ്റർ ഒരു പ്രേതത്തെ പോലെയാ, അതിൻ്റെയൊക്കെ ഫോട്ടോ എങ്ങനെ എടുക്കാനാ എന്ന് ചോദിക്കുമ്പോൾ എന്ത് വന്നാലും ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്ന് ലില്ലിയും പറയുകയാണ്. ഇപ്പോൾ മറ്റേ വശത്ത് മിലിറ്ററി ഗ്യാങ് എല്ലാവരും മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ മിലിറ്ററി ഗ്യാങ്ങിൻ്റെ ലീഡറാണ് ഡിക്ക്. അവരങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ അവിടേക്ക് ഒരുത്തൻ വന്നിട്ട് ഏയ് ഡിക്ക്, നിന്നെ കമാൻഡർ വിളിക്കുന്നു എന്ന് പറയുകയും ഇയാൾ എന്തിനാ ഇപ്പോൾ വിളിക്കുന്നേ എന്ന് ഡിക്ക് സംശയിച്ചു നിൽക്കുകയാണ്. ഇതേ നേരം മറ്റേ വശത്ത് വില്ലിൻ്റെ അച്ഛൻ ഹാങ്ലോണും അവൻ്റെ ഫ്രണ്ടുകാരനും കഥ പറഞ്ഞു നടക്കുമ്പോൾ അവിടേക്ക് ഡിക്കും കമാൻഡറും വന്ന് കമാൻഡർ പറയുന്നു ഡിക്ക് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഹെലികോപ്റ്ററിൽ പോകണം. ഡിക്ക് എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാലും ആ ഭാഗത്തേക്ക് തന്നെ നിങ്ങൾ പോകണം എന്ന് പറഞ്ഞിട്ട് കമാൻഡർ ഒരു ബോക്സ് എടുത്ത് ഡിക്കിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ 3 പേരും ഹെലികോപ്റ്ററിൽ കയറി അവിടെ നിന്ന് പറക്കാൻ തുടങ്ങി. ഡിക്ക് ആണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ബോക്സ് മെല്ലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്ലാഷ് ബാക്കിൽ ഫ്രാൻസിസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കുന്ത്രാണ്ടം കല്ല് അമ്പ് പോലെ എയ്യുന്ന ഒരു കുന്ത്രാണ്ടം റോസിന് കൊടുത്തിരുന്നില്ലേ? അതാണ് ആ ബോക്സിലുള്ളത്. ഡിക്കിന് ആണെങ്കിൽ മന്ത്രവാദം ബ്ലാക്ക് മാജിക് ഒക്കെ അറിയാം. അവൻ അത് ഉപയോഗിച്ച് ആ കുന്ത്രാണ്ടത്തിൽ കൈവച്ച് മന്ത്രിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷ്വൽസ് ഒക്കെ അവൻ്റെ മനസ്സിലേക്ക് തെളിയാൻ തുടങ്ങി. അന്നേരം അവൻ ഹെലികോപ്റ്റർ കിഴക്ക് ഭാഗത്തേക്ക് തിരിയട്ടെ എന്ന് പറയുകയാണ്. അന്നേരം ഹാൻഡ്ലോണും ഫ്രണ്ടുകാരനും എന്ത് കിഴക്ക് ഭാഗത്തേക്കോ, എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കിഴക്ക് ഭാഗത്തേക്ക് തിരിക്ക് എന്ന് ഡിക്ക് വീണ്ടും പറയുമ്പോൾ അങ്ങനെ കിഴക്ക് ഭാഗത്തേക്ക് ഫ്ലൈറ്റ് തിരിക്കുകയാണ്. അന്നേരം ഡിക്കിൻ്റെ കൈയൊക്കെ വിറക്കാൻ തുടങ്ങി. 54 വർഷങ്ങൾക്ക് മുൻപ് 1908 നടന്ന ആ കാര്യങ്ങളൊക്കെ അവൻ്റെ മനസ്സിലേക്ക് ഒരു വിഷ്വൽ പോലെ തെളിയാൻ തുടങ്ങി. അന്ന് ഫ്രാൻസിസിനെയും റോസിനെയും സ്കെൽട്ടൻ മോൺസ്റ്റർ ഓടിച്ചു കൊണ്ടുപോയിരുന്നില്ലേ? അങ്ങനെ ഓടിപ്പോയി മോൺസ്റ്റർ കടിക്കുന്നതിന് മുൻപേ രണ്ടുപേരും ആ കാട് വിട്ട് പുറത്തോട്ട് എത്തുകയാണ്.
പുറത്തെത്തിയപ്പോൾ റോസ് തിരിഞ്ഞു നിന്ന് അങ്ങോട്ടേക്ക് തന്നെ നോക്കുമ്പോൾ എടി എന്തിനാ അങ്ങോട്ടേക്ക് നോക്കുന്നേ, വാ ഓടി രക്ഷപ്പെടാം എന്ന് ഫ്രാൻസിസ് പറയുമ്പോൾ എടാ ഇനി നമുക്ക് പ്രശ്നമുണ്ടാവില്ല, ആ മോൺസ്റ്ററിന് ഇനി ആ കാട് വിട്ട് പുറത്തോട്ട് വരാൻ പറ്റില്ല. എന്ത് പുറത്തോട്ട് വരാൻ പറ്റില്ല എന്നോ? എന്നാൽ ആ മോൺസ്റ്ററിനെ ഞാൻ ആ സർക്കസ് കൂടാരത്തിൽ കണ്ടല്ലോ. ഓ അതെയോ, എന്നാൽ നീ സർക്കസ് കൂടാരത്തിൽ കണ്ടത് ഒരു സാധാരണ മനുഷ്യനെയാണ്, അയാൾ മോൺസ്റ്റർ അല്ല. എന്നാൽ അയാളുടെ ഉള്ളിലാണ് മോൺസ്റ്റർ ഉള്ളത്, ആ മോൺസ്റ്ററിനെയാണ് ഇവിടെ കണ്ടത് എന്ന് പറയുകയാണ്. അങ്ങനെ ആ കാര്യങ്ങൾ ആ ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ ചെറുപ്പത്തിൽ കണ്ട റോസ് മറ്റാരുമല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ വില്ലിന്റെ അമ്മ ടെലസ്കോപ്പ് വാങ്ങിയ ഒരു കട ഉണ്ടല്ലോ, ആ കടയിലെ ഓണർ ലേഡിയാണ് റോസ്. ഡെറിയിൽ മിലിറ്ററി ആൾക്കാർ വന്ന് തമ്പടിച്ച് അവിടെ നടത്തുന്ന അന്വേഷണം ഒന്നും ഡെറിയിലെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. അതിനാൽ മിലിറ്ററിയെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്ന് തീരുമാനിച്ച് ജനങ്ങളൊക്കെ കുത്തിയിരുന്ന് ഒരു കമ്മിറ്റി മീറ്റിംഗ് നടത്തുകയാണ്. ആ മീറ്റിംഗിലാണ് ഇപ്പോൾ റോസ് ഉള്ളത്. മിലിറ്ററി ഫോഴ്സ് അവിടെ കുഴിയെടുക്കുന്നതൊക്കെ ഒരു 3 പേർ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ലേ, അവരൊക്കെ ഡെറിയിലെ ആൾക്കാരാണ്. അവർ ഇപ്പോൾ റോസിന്റെ അടുത്തേക്ക് വന്നിട്ട് മിലിറ്ററി ഫോഴ്സ് അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ ഡിക്ക് മനസ്സിൽ കാണുകയാണ്. അതൊക്കെ കാണുമ്പോൾ ഡിക്കിന്റെ കൈയൊക്കെ വിറക്കുന്നുണ്ട്. അവൻ അൺകോൺഷ്യസ് ആണ്. അന്നേരം ഹാൻഡ്ലോണും ഫ്രണ്ടുകാരനും ഇവിടെ എന്താ നടക്കുന്നത് എന്നറിയാതെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് ഡിക്ക് എഴുന്നേറ്റ് നിന്ന് ഫ്ലൈറ്റിന്റെ പുറകിലേക്ക് നടന്നു പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവൻ്റെ കാലിൽ വെള്ളം വന്നു നിൽക്കുകയാണ്. അന്നേരം പെട്ടെന്ന് അവിടെയുള്ള സ്ഥലം മൊത്തം മാറി അവിടെ ഒരു ഡോർ വന്ന് അടഞ്ഞ് ഡിക്കിനെ അവിടെ ലോക്ക് ചെയ്യുകയാണ്. എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ ഡിക്ക് നോക്കി നിൽക്കുമ്പോൾ അവിടെ മറ്റൊരു ഡോറിൽ പെന്നി വൈസ് എന്ന് എഴുതിയത് കാണാം. പെട്ടെന്ന് ആ ഡോർ ഓട്ടോമാറ്റിക്കായി താഴെ വീഴുകയാണ്. ഡിക്ക് ആണെങ്കിൽ ഭയന്ന് ആരാ അവിടെ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ദൂരെ 2 കണ്ണ് തെളിയുകയാണ്. അത് കണ്ട് ഡിക്ക് ഷോക്കായ പോലെ നോക്കി നിൽക്കുമ്പോൾ ആ കണ്ണ് അടുത്തേക്ക് വരികയാണ്. അത് പെന്നി വൈസിന്റെ കണ്ണാണല്ലോ. ആ കണ്ണ് അടുത്തേക്ക് എത്തിയപ്പോൾ ഡിക്കിന് എന്തൊക്കെയോ വിഷ്വൽസ് മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ഒരുപാട് പേർ മരിച്ചു പോയ പോലെ ഒക്കെ കാണാം. അതേപോലെ മേലെ നിന്ന് ഒരുപാട് ബൊമ്മകളൊക്കെ താഴെ വീഴുകയാണ്. അതൊക്കെ എവിടുന്നാ വീഴുന്നത് എന്ന് ഡിക്ക് മേലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുടെ മരിച്ചുപോയ ഒരുപാട് ആൾക്കാരുടെ ഡെഡ് ബോഡീസ് ഒക്കെ കൂട്ടിയിരിക്കുന്നതായി കാണുകയാണ്. അതിൽ മരിച്ചുപോയ ഇവന്റെ മുത്തശ്ശിയുമുണ്ട്. ഡിക്ക് മന്ത്രവാദം ഒക്കെ പഠിച്ചത് മുത്തശ്ശിയിൽ നിന്നാണ്. മുത്തശ്ശിയുടെ ആ ബോഡി നേരെ അവന്റെ അടുത്ത് പ്രേതത്തെ പോലെ ഭയപ്പെടുത്തുകയും ഡിക്ക് ഓടിപ്പോയി ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് തീരുമാനിച്ച് അവിടെയുള്ള ഡോർ തുറക്കാൻ ട്രൈ ചെയ്യുകയാണ്. എന്നാൽ അതൊക്കെ അവൻ്റെ മനസ്സിൽ വന്ന ഇല്യൂഷൻ ആണ്. എന്നാൽ ഇപ്പോൾ റിയാലിറ്റിയിൽ ഡിക്ക് ഫ്ലൈറ്റിൻ്റെ ഡോറാണ് തുറക്കാൻ ശ്രമിക്കുന്നത്. അത് തുറന്ന് പുറത്തോട്ട് ചാടാൻ നോക്കുമ്പോൾ കൃത്യസമയത്ത് അവിടേക്ക് ഹാൻഡ്ലോൺ വന്ന് അവനെ പിടിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അടുത്ത സീനിൽ ഡിക്കിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അവിടേക്ക് കമാൻഡർ വന്ന് എന്തായി എന്ന് ചോദിക്കുമ്പോൾ എല്ലാം നല്ല രീതിയിലാണ് പോകുന്നത്, നിങ്ങൾ വിചാരിച്ച കാര്യം ഉടനെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുകയാണ്. ഇപ്പോൾ മറ്റേ വശത്ത് വില്ലും ഫ്രണ്ടുകാരൻ റിച്ചാർഡും ഒരു കഫേയിൽ പോയി ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് റോണിയും ലില്ലിയും വന്ന് 2 പേരെയും വിളിക്കുകയാണ്. അന്ന് ടീച്ചർ പണിഷ്മെൻറ്റ് കൊടുത്തപ്പോൾ റോണി വില്ലിനെ പരിചയപ്പെട്ട് ഫ്രണ്ട്ലി ആയിരുന്നതല്ലേ. വില്ലിന് സയൻസിൽ കൂടുതൽ താല്പര്യവും അറിവും ഉള്ളതിനാൽ അവനെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. അതിനാൽ ലില്ലി, നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അത് ഇവിടെ വെച്ച് വേണ്ട, ടവറിൽ വെച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇപ്പോൾ മറ്റേ വശത്ത് ആ കടയിൽ റോസ് നിൽക്കുമ്പോൾ അവിടേക്ക് കമാൻഡർ വന്നിട്ട് എങ്ങനെയുണ്ട്, സുഖാണോ എന്ന് ചോദിക്കുകയാണ്. ആക്ച്വലി ഈ കമാൻഡർ ആരാണെന്ന് വെച്ചാൽ ഫ്ലാഷ് ബാക്കിൽ റോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രാൻസിസ് തന്നെയാണ്. എടാ, നീ ചെയ്യുന്നത് ഭയങ്കര തെറ്റായ ഒരു കാര്യമാണ്, മരിച്ചവരുടെ ബോഡി കുഴിച്ചെടുക്കാൻ പാടില്ല എന്ന് റോസ് പറയുമ്പോൾ എടി, അങ്ങനെ ഡെഡ് ബോഡീസ് ഒക്കെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എവിടെ തിരയണം, എവിടെ കുഴിച്ചെടുക്കണം എന്ന് എനിക്കറിയാം. നീ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മക്കളുടെ കൂടെ ഉണ്ടാവും, നീ പോയിക്കോ എന്ന് പറഞ്ഞു വിടുകയാണ്. ഇപ്പോൾ റോസ് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ തുടങ്ങി. ഫ്ലാഷ് ബാക്ക് പോലെ അന്ന് ഡെറിയിലേക്ക് ഫ്രാൻസിസ് ഒരു ടൂറിസ്റ്റ് ആയിട്ട് വന്നതല്ലേ. അതിനാൽ എൻ്റെ ഇവിടുത്തെ ദിവസം കഴിയാറായി, ഞാനിനി തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്, എന്നെ നീ ഒരിക്കലും മറക്കരുത് എന്ന് ഫ്രാൻസിസ് പറയുമ്പോൾ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് റോസ് ഫ്രാൻസിസിന് പ്രോമിസ് കൊടുക്കുകയാണ്. അതൊക്കെ ഓർത്ത് അങ്ങനെ നിൽക്കുകയാണ് റോസി. ഇപ്പോൾ മറ്റേ വശത്ത് കുട്ടികളെ കാണാം. ആ ടവറിലേക്ക് ലില്ലി അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് നടന്ന എല്ലാ കാര്യവും വില്ലിനോടും റിച്ചാർഡിനോടും പറഞ്ഞിട്ട് ആ മോൺസ്റ്ററിൻ്റെ ഫോട്ടോസ് എടുക്കണം, എന്നാൽ മാത്രമേ റോണിയുടെ അച്ഛനെ ഹാങ്ങിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുകയുള്ളൂ, അതിന് നിങ്ങളുടെ സഹായം വേണം എന്ന് പറയുകയാണ്. വില്ലിനാണെങ്കിൽ പ്രേതം, പിശാച്ച്, മോൺസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങളിൽ ഒന്നും വിശ്വാസമേ ഇല്ല. എന്നാൽ റോണിക്ക് വേണ്ടി സഹായിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. ശരി, നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ആ പിശാച്ചിനെ എങ്ങനെ വരുത്താൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ റിച്ചാർഡ് ആണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, എൻ്റെ മാമന് മന്ത്രവിദ്യകളൊക്കെ അറിയാം, മാമൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു, എല്ലാം
ഞാൻ കണ്ടുപഠിച്ചിരുന്നു, എനിക്ക് പ്രേതത്തെ വരുത്താനൊക്കെ അറിയാം എന്ന് പറയുകയാണ്. അങ്ങനെ അത് കേട്ട് എല്ലാവരും റിച്ചാർഡിനെ കൊണ്ട് അങ്ങനത്തെ കാര്യം ചെയ്യിപ്പിക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. മറ്റേ വശത്ത് ഹാൻലോൺ ഡിക്കിനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. ഡിക്ക് ഹാൻലോണിന്റെ വീട്ടിലിരുന്ന് നന്നായി ഭക്ഷണം കഴിക്കുകയാണ്. തമാശ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ നിന്റെ മകൻ എവിടെ പോയി എന്ന് ഡിക്ക് ചോദിക്കുകയാണ്. അത് കേട്ട് ഹാൻലോൺ ഒരുമാതിരി നോക്കിയിട്ട് എൻ്റെ മകൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതിനുശേഷം ഭക്ഷണം കഴിച്ച് പുറത്തു വന്നിട്ട് എനിക്ക് ഒരു മകനുള്ള കാര്യം നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ഡിക്കിനോട് ചോദിക്കുമ്പോൾ എനിക്ക് ഡാർക്ക് മാജിക് ഒക്കെ അറിയാം, എൻ്റെ മുത്തശ്ശിയാണ് എനിക്ക് പറഞ്ഞു തന്നത് എന്ന് ഡിക്ക് പറയുകയാണ്. അതേപോലെ തുടക്കത്തിൽ ഹാൻലോണിനെ 3 പേർ ആക്രമിച്ചിരുന്നില്ലേ, ആ കൂട്ടത്തിൽ ഡിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആക്രമിക്കാൻ കമാൻഡർ വിട്ട 3 പേരിൽ ഒരാൾ നീ ആയിരുന്നു അല്ലേ എന്ന് ഹാൻലോൺ കറക്റ്റായി മനസ്സിലാക്കി ചോദിക്കുമ്പോൾ അതെ എന്ന് ഡിക്ക് സമ്മതിക്കുകയാണ്. കൃത്യം അവിടേക്ക് ഹാൻലോണിൻ്റെ വൈഫ് വന്നിട്ട് ഡിസേർട്ട് റെഡി ആയിട്ടുണ്ട്, വാ കേക്ക് കഴിക്കാം എന്ന് പറയുകയും അങ്ങനെ ആ സംസാരം അവിടെ നിർത്തിയിട്ട് അകത്തേക്ക് പോയി കേക്ക് കഴിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾ ശ്മശാനത്തിൻ്റെ അടുത്ത് പോയി ഇരുന്ന് റിച്ചാർഡ് പറയുന്ന പോലെ മെഴുകുതിരി ഒക്കെ കത്തിച്ചു വെച്ച് ചുറ്റിലും ഇരുന്ന് പ്രേതത്തെ ക്ഷണിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ മന്ത്രങ്ങൾ അവൻ ചൊല്ലാൻ തുടങ്ങി. എന്നാൽ അവൻ എത്ര മന്ത്രം ചൊല്ലിയിട്ടും ഒരു പ്രേതത്തിൻ്റെ പൊടി പോലും വന്നില്ല. ആ സംഭവം കുറേ നേരം നടക്കുന്നത് കണ്ടിട്ട് പ്രേതത്തെ ഒന്നും കാണാത്തതിനാൽ റോണിക്ക് വീണ്ടും സംശയമാവുകയാണ്. നീ ചുമ്മാ ആൾക്കാരെ പൊട്ടനാക്കുന്നതാണോടാ? അങ്ങനെ അവർക്കിടയിൽ വാക്ക് തർക്കം ഉണ്ടാവുകയും ഇപ്പോൾ ആരും റിച്ചാർഡിനെ വിശ്വസിക്കുന്നില്ല. അവന് ബ്ലാക്ക് മാജിക് അറിയില്ല, ഇങ്ങനെ ഒരു ബഗഡനെ വിശ്വസിച്ചാണല്ലോ നമ്മൾ വന്നത് എന്ന് പറഞ്ഞ് റോണിയും ലില്ലിയും സൈക്കിൾ എടുത്ത് അവിടുന്ന് തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അവിടെയുള്ള ഒരു ശില്പം തല തിരിഞ്ഞ് അവരെ തന്നെ നോക്കി ചിരിക്കുന്ന പോലെ കാണാം. റിച്ചാർഡും വില്ലും അവിടെ കത്തിച്ചു വെച്ച മെഴുകുതിരിയൊക്കെ അണച്ച് സൈക്കിൾ എടുത്ത് അവരും പോവുകയാണ്. മറ്റേ വശത്ത് ലില്ലി ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. എന്തെന്നാൽ അവർ എത്ര സൈക്കിൾ ചവിട്ടി പോയാലും ആ സ്ഥലം വിട്ട് പുറത്തോട്ട് പോകാനേ പറ്റുന്നില്ല. നോക്കിയാൽ ആ സ്ഥലം ദൂരേക്ക് ആയി പോകുന്ന പോലെ കാണാം. 4 പേർക്കും അവിടെ എന്തോ വിചിത്രമായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലായി. പെട്ടെന്ന് അവിടെ ഓരോ ഭാഗത്തായും ഭൂമി പിളർന്നു വരികയാണ്. 4 പേരും പേടിച്ച് വിറച്ച് അലറി സൈക്കിൾ സ്പീഡിൽ ചവിട്ടി പോവുകയാണ്. പുറകിലൂടെ ഭൂമി ഇടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കെ ഒരു ഘട്ടത്തിൽ അത് സ്റ്റോപ്പാകുന്നു. എന്നാൽ പെട്ടെന്ന് റിച്ചാർഡിന്റെ മുന്നിൽ ഒരു പ്രേതത്തെ പോലെ ഒരു രൂപം വന്നു നിന്ന് അത് പെട്ടെന്ന് അവൻ്റെ നേർക്ക് ചാടി വന്ന് ആക്രമിക്കാൻ നോക്കിയെങ്കിലും റിച്ചാർഡ് ജസ്റ്റ് മിസ്സിൽ അതിൻ്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ആക്ച്വലി ഫസ്റ്റ് പാർട്ടിൽ കുറേ കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നില്ലേ, അവരൊക്കെയാണ് ഇപ്പോൾ പ്രേതത്തെ പോലെ വന്ന് എല്ലാവരെയും ലില്ലിയുടെ പുറകെ പ്രേതം ആക്രമിക്കാൻ വരുമ്പോൾ ലില്ലി ആണെങ്കിൽ അവളുടെ കയ്യിലുള്ള ക്യാമറ തിരിച്ചു പിടിച്ച് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. എന്നാൽ ആ ക്യാമറ പോകുന്ന വഴിക്ക് തെറിച്ചു പോയി ഒരു മരച്ചില്ലയിൽ സൂസിയുടെ പ്രേതം വില്ലിനെ ഫോളോ ചെയ്ത് അവൻ്റെ സൈക്കിളിൽ പുറകിൽ ഇരുന്ന് ഒരുമാതിരി ചിരിച്ച് അവനെ ഭയപ്പെടുത്തി കൊണ്ടുപോയി ഒരു പുക പോലെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവന് കണ്ണ് കാണാതെ ഒരു കുഴിയിലേക്ക് ഒരൊറ്റ റോണിക്ക് ആണെങ്കിൽ അവിടെ ക്യാമറ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് പെട്ടെന്ന് പോയി അതിനെ എടുക്കുകയും ചെയ്തു. എന്നിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ട പ്രേതത്തിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. എന്നാൽ ഒരു ഘട്ടത്തിൽ ക്യാമറ താഴെ വീഴുകയാണ്. താഴെ വീണ ആ ക്യാമറ താഴെ വീണ ആ ക്യാമറ റിച്ചാർഡിൻ്റെ കയ്യിൽ കിട്ടുകയും അവനും അവിടെ പ്രേതങ്ങളുടെ ഒക്കെ ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ ആ ക്യാമറ ഓരോരുത്തരുടെ കയ്യിലേക്ക് മാറിപ്പോയി പല തരത്തിലുള്ള പ്രേതത്തിൻ്റെ ഫോട്ടോസ് എടുത്തു വെക്കുകയാണ്. ആ ഒരു സംഭവത്തിന് ശേഷം വില്ല് ഒഴികെ ബാക്കി 3 പേരും ആ ശ്മശാനം വിട്ട് പുറത്തോട്ട് പോയി രക്ഷപ്പെടുകയും ചെയ്തു. വില്ല് ആണെങ്കിൽ ആ കുഴിയിൽ തന്നെ അകപ്പെട്ടിട്ടുണ്ട്. ഒരു വിധത്തിൽ വില്ല് പുറത്തേക്ക് ഇറങ്ങി സൈക്കിൾ എടുത്ത് രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോൾ പുറകിലുള്ള ഒരു റൂമിലൂടെ എന്തോ ഒരു രൂപം ക്രോസ് ആയി പോകുന്നത് കാണുകയാണ്. വില്ല് അവിടെയുള്ള ക്യാമറ എടുത്ത് ടോർച്ചും കത്തിച്ച് മെല്ലെ ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോയിട്ട് അവിടെ എന്താ ഉള്ളതെന്ന് നോക്കുകയാണ്. അന്നേരം അവിടെ ഒരു കൈ വന്ന് ചുമരിൽ പിടിക്കുകയാണ്. ഉടനെ വില്ല് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇതേ നേരം പുറത്ത് വില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് അകത്ത് വില്ല് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന ശബ്ദവും വില്ല് കരയുന്ന ശബ്ദവും ഒക്കെ കേൾക്കാൻ തുടങ്ങി. അതൊക്കെ കേൾക്കുമ്പോൾ
തീർന്ന് വില്ലിനെ പ്രേതം പിടിച്ചു കൊന്നു കാണും എന്ന് പറയുകയാണ്. എന്നാൽ നോക്കിയാൽ അവൻ മരിച്ചിട്ടില്ല. സൈക്കിൾ എടുത്ത് മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുന്നു. അത് കണ്ട് 3 പേരും അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ പിടിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് റോണി വില്ലിനെ കെട്ടിപ്പിടിക്കുകയും ശേഷം 4 പേരും പരസ്പരം ഹഗ് ചെയ്യുകയാണ്. അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്നും 4 പേരും രക്ഷപ്പെട്ടു എന്ന് സമാധാനിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് 4 പേരും നേരെ സ്കൂളിൽ പോയിട്ട് അവിടെയുള്ള കെമിസ്ട്രി ലാബിൽ കയറി ഇവർ എടുത്ത ഫോട്ടോസൊക്കെ കഴുകി അതിൽ പതിഞ്ഞ ചിത്രം കാണാൻ വേണ്ടി നോക്കുകയാണ്. വില്ല് ആണെങ്കിൽ അവന് സയൻസ് ടെക്നോളജി കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഫോട്ടോ അങ്ങനെ കഴുകണം ഇങ്ങനെ കഴുകണം എന്ന് നിർദ്ദേശം കൊടുക്കുകയാണ്. അങ്ങനെ അവൻ പറയുന്ന പോലെ ഓരോ ഫോട്ടോസും കഴുകി എടുക്കുകയാണ്. അതിൽ ആ സൂസിയുടെ പ്രേതത്തിൻ്റെ ഫോട്ടോ കറക്റ്റായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അവളുടെ മാത്രമല്ല അവർ എടുത്ത എല്ലാ പ്രേതത്തിൻ്റെ ഫോട്ടോയും അതിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ഫോട്ടോ റോണിയുടെ അച്ഛനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു തെളിവായി ഇവർ കാണുന്നു. എന്നാൽ ഒരു ഫോട്ടോ കാണുമ്പോൾ, അതായത് അവസാനം വില്ല് എടുത്ത ആ ഫോട്ടോ കാണുമ്പോൾ മാത്രം അവർക്ക് ഭയങ്കര ഷോക്കിംഗ്. എന്തെന്നാൽ ആ ഫോട്ടോയിൽ ഉള്ളത് മറ്റാരുമല്ല, പെന്നിവൈസ് എന്ന കൊടൂര രാക്ഷസനാണ്. അത് കണ്ട് എല്ലാവരും ഷോക്കായി നോക്കി. ക്ലൗൺ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കെ ഇവിടെ വെച്ച് 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. കാത്തിരുന്ന് കാണാം ഇനി 4ാമത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻസിൻ്റെ കൂടെ 4 റെഡ് ബലൂൺ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.